ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകരുതെന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ മുന്നണി. ജൂൺ 14 തിരഞ്ഞെടുപ്പ് നടത്തണം. KPCC അധ്യക്ഷന്റെ ഒരു കത്താണ് തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ കാരണമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും മുന്നണിക്ക് നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് YA റഹീം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് അവസാന നിമിഷം മാറ്റിവെച്ചു. അതിന് പല കാരണങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഉണ്ട്. അതേസമയം തന്നെ പ്രതിപക്ഷ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് YA റഹീം അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാരണം പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ മറ്റൊരു നിലപാടുണ്ട്. ആദ്യമായി തന്നെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ മതേതര ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതികരണം? ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിനുള്ള കാരണം പ്രസിഡന്റ് പറയുന്നത് ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാൽ രണ്ട് കൂട്ടരും അവിടെ പ്രശ്നങ്ങളുണ്ടാക്കും എന്ന് ഉള്ള ഒരു ധാരണ ഇവിടുത്തെ അധികാരികൾക്കുണ്ട്. അതോടനുബന്ധിച്ചൊരു മീറ്റിംഗ് മിനിഞ്ഞാന്ന് 10 മണിക്ക് അധികാരികളുമായി ചേർന്ന് പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ അധികാരി പറഞ്ഞതും ഇവിടെ 2 തരത്തിലുള്ളൊരു പാനലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, ഞങ്ങളുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും എന്ന് റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. ആ റിപ്പോർട്ട് ആരാ കൊടുത്തത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കത്ത് വിവാദമുണ്ട്. KPCC അധ്യക്ഷന്റെ ഒരു കത്തിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഇതേ അധികാരികളുടെ മുന്നിലിരുന്ന് സംസാരിച്ചപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ 2 കൂട്ടരും 1000-500 പേര് വെച്ച് 1000 പേര് കൂടുമ്പോഴും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഞങ്ങളാരും KPCCയുമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. അവിടെയുള്ള എന്തോ കാര്യത്തിന് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്നാണ് പുറത്താക്കിയതെന്ന് നിങ്ങൾക്കൊക്കെ കത്തുണ്ടല്ലോ. ഇൻഗാസ് എന്നൊരു വാക്ക് പോലും അതിൽ ഉപയോഗിച്ചിട്ടില്ല. അസോസിയേഷൻ അംഗങ്ങളിലെ ബഹുമാന്യ കോൺഗ്രസ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയും ഇൻഗാസാണ് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ കാരണം. ഞങ്ങൾ 1200 വോട്ടും അവർ 300 വോട്ടും അപ്പോഴത്തെ പാനലിൽ. മതേതര ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഏത് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്? നമ്മൾ അധികാരികളോടും അസോസിയേഷൻ്റെ പ്രസിഡന്റിൻ്റെ മീറ്റിങ്ങിൽ മിനിഞ്ഞാന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജൂൺ 14 തെരഞ്ഞെടുപ്പ് നടത്തണം. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിൽ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. ഞങ്ങളുടെ മുന്നണി മതേതര ജനാധിപത്യ മുന്നണി ശക്തമായി മുന്നോട്ട് പോകുന്നു. ജൂൺ 14 എപ്പോഴെങ്കിലും നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല, ജൂൺ 14 നടത്താമെന്ന് അധികാരികൾ ഏറ്റിട്ടുണ്ട്. അത് പ്രസിഡന്റ് അനുസരിക്കുമെങ്കിൽ ജൂൺ 14 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മതേതര ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ആ തെരഞ്ഞെടുപ്പിനെ നേരിടും. ഇതാണ് മതേതര ജനാധിപത്യ മുന്നണി ഇൻകാസ് നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് YA റഹീം, K ബാലകൃഷ്ണൻ നേതൃത്വം നൽകുന്ന പാനലിന് പറയാനുള്ളത്. ജൂൺ 14 തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം. ഷാർജയിൽ നിന്ന് മുഷീർ കൊടിയിലും സുരേഷ് വെളിയിട്ട മാതൃഭൂമി.